ഒരു മുസ്ലിം രണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ 3 ദിവസത്തിലപ്പുറം പിണങ്ങി അകൽന്ന് നിൽക്കുവാൻ പാടില്ല. അത് വൻകുറ്റമാണ്, ഹറാമാണ്. ചില്ലറ പ്രശ്നമൊന്നുമല്ല. തഹരീം എന്നാണ് അധ്യായം. അത് ഹറാമാണ് 3 ദിവസത്തിലപ്പുറം. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 3 ദിവസത്തിൻ്റെ കണക്ക് പറഞ്ഞത്? അത് പണ്ഡിതന്മാർ പറയാണ്, സ്വാഭാവികമായും മനുഷ്യനൊരു പ്രകൃതിയുണ്ട്. എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു പ്രകൃതിയുണ്ട്. ഒരാളുമായി തെറ്റിക്കഴിഞ്ഞാൽ, ഒരാളുമായി നേരത്തെ ഉണ്ടായിരുന്ന മാനസികമായ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് അകൽച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു 3 ദിവസം മനുഷ്യൻ്റെ പ്രകൃതിപരമായുള്ള ചില ദുസ്വഭാവങ്ങൾ അത് നിലനിന്നേക്കും. ഒരു 3 ദിവസം അത് നിലനിന്നേക്കും. ദിവസം കഴിയും തോറും അതിൻ്റെ സ്ട്രോങ് കുറഞ്ഞു വരും. ഞാനൊരാളുമായി വഴക്കായി, വർത്തമാനമായി, സംസാരമായി, ആ സമയത്ത് പലതും പറഞ്ഞ് പല രൂപത്തിലൊക്കെയായി. പക്ഷെ വീട്ടിലെത്തി ഉറങ്ങാൻ കിടക്കുമ്പോഴേക്ക് തോന്നിത്തുടങ്ങും അത്രയാണ് വേണ്ടിയിരുന്നില്ല. അപ്പറഞ്ഞ തുടക്കത്തിലുള്ള സ്ട്രോങ് ഇല്ല. 2 മണിക്കൂറാണ് പിന്നിട്ടപ്പോൾ. ഉറങ്ങിനീറ്റ് രാവിലെ ആവുമ്പോൾ വേണ്ടിയിരുന്നില്ല, കുറച്ചും കൂടെ അതിൻ്റെ കനം കുറഞ്ഞു. പിന്നെയും ഇങ്ങനെ പോകുന്നിടത്തോളം വേണ്ടിയിരുന്നില്ല. എന്തേ ആ സമയത്ത് അങ്ങനെ പറഞ്ഞു ആവോ, എന്തേ ആ സമയത്ത് എനിക്ക് സംഭവിച്ചു ആവോ, വല്ലാത്തൊരു കഷ്ടമായി പോയി. ചിലപ്പോൾ ഉറക്കം കിട്ടൂല. കാരണം ഇത് പരിചയമില്ലാത്തവനക്ക് രാത്രി കിടന്നാൽ ഉറക്കം വരൂല. ഇത് പരിചയമുള്ളവനിതില്ല ഞാൻ ഉറക്കം വരൂല. അങ്ങനെയുണ്ട് ആളുകൾ. ആരോട്ടെങ്കിലും ഒന്ന് വഴക്ക് കൂടിയിട്ടില്ലെങ്കിൽ, ഒരു 4 തെറി പറഞ്ഞിട്ടില്ലെങ്കിൽ, ആരെങ്കിലും ഒരു പ്രശ്നത്തെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് ഉറക്കം വരൂല. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതേ അവസരത്തിൽ എല്ലാവരുമായി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും അങ്ങനെ ആരും വഴക്കടിച്ചിട്ടും ഉറക്ക വർത്താനം പറഞ്ഞിട്ടും തെറി പറഞ്ഞിട്ടൊന്നും ശീലമില്ലാത്തവർ എങ്ങനെയോ പൈശാചികമായ ചില കാരണങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സംഭവിച്ചു പോയാൽ വല്ലാഹി അയാൾക്ക് ഉറക്കം വരൂല. എന്താ കാരണം എന്നറിയോ? അത് ശീലിച്ചിട്ടില്ല. അവർ മാനസികമായിട്ട് അയാൾ തളർന്നു പോകും. അപ്പോൾ കൂടുതൽ എന്തുകൊണ്ട് അള്ളാഹു മനുഷ്യൻ്റെ പ്രകൃതമറിയാവുന്ന നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനറിയാം ഒരു 3 ദിവസം കൊണ്ട് ഇതാണ് മാറിക്കോളും. അപ്പം അതിൻ്റെ സ്ട്രോങ് ഇങ്ങനെ കുറഞ്ഞു വരും. ഡെയിലി കുറയും. 1-ാം നാൾ 2-ാം നാൾ ഒരു 3 ദിവസമൊക്കെ വരെ അത് നിലനിൽക്കും. ഒരു പണ്ഡിതന്മാർ പറയുന്നു ഫൈന്നഹു യളഅഫ്, അത് കഴിയുന്നതോടുകൂടി അത് ദുർബലമാകും. വയതലാശ ഖിലാല സലാസതി അയ്യാം, ഒരു 3 ദിവസത്തിൻ്റെ ഇടയ്ക്ക് അതൊക്കെയാണ് പോയിക്കോളും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു 3 ദിവസമൊക്കെ ചിലപ്പോൾ അങ്ങനെ വന്നാലും അതൊക്കെയാണ് സോൾവ് ആക്കണം. സോൾവ് ആക്കാൻ മുൻകൈ എടുക്കുന്നവർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പുണ്യമുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ വിഷയത്തിൽ അങ്ങനെ ഏതെങ്കിലും നിലക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തിലപ്പുറം അത് നീണ്ടു നിൽക്കാൻ അനുവദിക്കരുത്. 3 ദിവസം അതിൻ്റെ മാക്സിമമാണ്. അത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? ആളെ കണ്ടുമുട്ടാൻ ശ്രമിക്കണം. കണ്ടുമുട്ടിയാൽ ഉടനെ അങ്ങ് സലാം പറഞ്ഞോളണം. കാര്യങ്ങളൊക്കെ സോൾവായി പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങണം. ഇതാണ് മുഅ്മിനീങ്ങൾക്കുണ്ടായിരിക്കേണ്ടുന്ന ഐഡൻറ്റിറ്റിയും ക്വാളിറ്റിയും ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി ഹെഡിങ്ങിൽ ചില എക്സംഷനുകൾ പറഞ്ഞല്ലോ, ഇതിൽ ചില കാര്യങ്ങൾ ഒഴിവാണ്. അതേതൊക്കെ പറഞ്ഞത്? ഒന്ന് പറഞ്ഞത് ഇല്ലാലി ബിദ്അത്തിൻ, കണ്ടോ, ചില പ്രത്യേക കാരണങ്ങൾ, ശറഇൽ അനുവദിച്ച ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാളുമായിട്ട് നമുക്ക് അകന്ന് നിൽക്കാം. അയാളുമായിട്ട് മിണ്ടാതെയും സംസാരിക്കാതെയും ഒരു പിണക്കം രൂപത്തിലൊക്കെ മാറി നിൽക്കാം. അതിന് 2 എണ്ണമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, മതപരമായ ഏതെങ്കിലും ബിദ്അത്തിന്റെ, അതിശക്തമായ ബിദ്അത്തിന്റെ വക്താവാണ് ഒരാൾ എന്ന് വിചാരിക്കുക. അയാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്. ബിദ്അത്തുകൾ തന്നെ 2 ഇനങ്ങളുണ്ട്. ഒന്ന് ബിദ്അ മുകഫിറ, ചില ബിദ്അത്തുകൾ ചെയ്ത കാഫിറായി പോകും, ചില ബിദ്അത്തുകൾ ചെയ്താൽ ഫാസിഖായി പോകും. ആ രൂപത്തിലൊക്കെയുള്ള ബിദ്അത്തുകളുണ്ട്. എല്ലാം ഒരേപോലെയല്ല. അതേപോലെ തന്നെ ഔ തലാഹുരിൻ ബിഫിസ്ഖിൻ എന്നാണ് അടുത്തത് പറഞ്ഞത്. പ്രകടമായ നിലക്കൊരാൾ തെമ്മാടിത്തം ചെയ്യാണ്. അതാണ് തലാഹുരിൻ ബിഫിസ്ഖിൻ എന്ന് പറയുന്നത്. ഒരാളിപ്പോൾ സ്വകാര്യ ജീവിതത്തിലൊരു തെമ്മാടിത്തം ചെയ്യുന്നുണ്ട്, അത് അയാളും റബ്ബേ അറിയുള്ളൂ. നേരെ മറിച്ച് ഞാൻ പരസ്യമായി മദ്യപാനിയാണ്, അല്ലെങ്കിൽ വിചാരിയാണ്, അല്ലെങ്കിൽ മോശപ്പെട്ട പലിശയുടെ വക്താവാണ്, സാമ്പത്തികമായിട്ട് കടം പിടിച്ചാൽ കൊടുക്കൂല, അതുപോലെ തന്നെ പലിശയുടെ ഇടപാടുള്ള ആളാണ്, ഇങ്ങനെയൊക്കെ സാമ്പത്തികമായി ക്രമക്കേടുള്ളൊരു വ്യക്തിയാണ്, ഈ രൂപത്തിലൊക്കെ പ്രകടമായ ഫിസ്ഖ് ഒരാളിലും ഉണ്ടെങ്കിൽ ഔ നഹ്വി ദാലിക്കാന്നാണ് പിന്നെ നബിമാൻ പറയുന്നത്. പിന്നെ അതുപോലെയുള്ള ഏതെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 3 ദിവസത്തിലപ്പുറവും പിണങ്ങി നിൽക്കേണ്ടി വന്നാൽ പിണങ്ങി നിൽക്കാം. അത് ഹറാമില്ലെന്ന് ഒഴിവാണ്. പക്ഷേ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ ആദ്യത്തെ കേസ് വളരെ വ്യക്തമാണ്. എന്ത്? പേഴ്സണൽ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തു? പിണങ്ങിയാൽ സ്വാഭാവികമാണ്, മനുഷ്യപ്രകൃതിയുടെ അതിൻ്റെ ഒന്ന് മറന്നു പോകാനുള്ളൊരു സമയം വരെ നമുക്ക് ഒഴിവ് തന്നു. അത് മാക്സിമം 3 ദിവസമാണ്. അത് കഴിഞ്ഞാൽ
പിണക്കത്തെ എത്രയും വേഗം അവസാനിപ്പിച്ചോളണം. ഇല്ലെങ്കിൽ ആരാണോ അതിന് മുൻകൈയെടുക്കാതെ മാറി നിൽക്കുന്നതെങ്കിൽ രണ്ടു പേരും അതിന് കുറ്റക്കാരായി മാറും. അത് ഹറാമാണ്, വൻ പാപമാണ്. രണ്ടാമത് ഇതിൽ മനസ്സിലാക്കേണ്ടത്, എന്നാൽ 3 ദിവസത്തിലപ്പുറവും അനുവാദം തന്നിട്ടുള്ള കേസുകൾ ഏതാണ്? ഒന്ന്, മതപരമായ നിലക്കുള്ള ബിദ്അത്തുകളും ശിർക്ക് ബിദ്അത്ത് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ തെമ്മാടിത്തപരമായ പ്രവർത്തനങ്ങളോ. അതുകൊണ്ടാണ് 2 പ്രയോഗങ്ങൾ നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഉലമാക്കളുമൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ആളുകളെ ബഹിഷ്കരിച്ചു മാറ്റി നിർത്തുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് പറയും, ഇല്ലാലി മുബ്തദിഇൻ ഔ ഫാസിഖിൻ. മുബ്തദിഇ, ഫാസിഖ്. മുബ്തദി എന്ന് പറഞ്ഞാൽ എന്താ? മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രവർത്തിക്കുന്നയാളാണ് ആര്? മുബ്തദി. പുത്തൻവാദി എന്ന് പറയാം, പുത്തനാശയക്കാര്, പുത്തൻവാദികൾ എന്നൊക്കെ പറയാം. മറ്റൊരു ഫാസിഖാണ്. അത് അയാളുടെ ബിഹേവിയറിലുള്ള, അയാളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളാണ്. അയാൾ തെറി പറയും, അതുപോലെ തന്നെ മദ്യപിക്കും, അങ്ങനെയുള്ള തിന്മകൾ. ഇതൊക്കെയുള്ള ആളുകളുണ്ട് എന്ന് വിചാരിക്കുക. അവരോട് അകൽച്ച പാലിക്കാം. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ അകൽച്ച പാലിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. അതെന്താണ്? ഞാൻ ഈ വ്യക്തിയുമായി അകൽച്ച പാലിച്ചു കഴിഞ്ഞാൽ അതെത്രമാത്രം അയാളിൽ സ്വാധീനമുണ്ടാക്കും എന്ന് ഞാൻ പരിശോധിക്കണം. ഉദാഹരണം, എൻ്റെ ബന്ധപ്പെട്ട, ഞാൻ അറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള കുടുംബത്തിലോ അയൽവീട്ടിലോ അല്ലെങ്കിൽ ആരാവട്ടെ ഒരു വ്യക്തി, അയാളിൽ പ്രകടമായ ബിദ്അത്തുണ്ട്, അയാൾ ബിദ്അത്തുകാരനാണ്, ഇസ്ലാമികമായ ഒരുപാട് മതനിയമങ്ങളിൽ അയാൾ പിറകോട്ടാണ്. ഇനി അതല്ലെങ്കിൽ പ്രകടമായ നിലക്ക് തെറ്റുകൾ ചെയ്യുന്നൊരു തെമ്മാടിത്തം പ്രവർത്തിക്കുന്ന ആളാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാളായിട്ട് അകലം പ്രാപിക്കണോ വേണ്ടേ? അവിടെ ആലോചിക്കണം. എല്ലാവർക്കും ഒരേ നിയമമല്ല. ഈ ആളെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. എന്താണ് അവിടെ പരിശോധിക്കേണ്ടത്? ഞാൻ ഇയാളുമായി ഇനി ഞാൻ മിണ്ടൂല, ഇനി ഞാൻ നീയുമായിട്ട് ഒരു ബന്ധമില്ല, നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധമില്ല, ഇനി എൻ്റെ വീട്ടിലും ഇല്ല, ഞാൻ നിൻ്റെ വീട്ടിലില്ല, യാതൊരു നിലക്കില്ല, അങ്ങനെ സമ്പൂർണമായൊരു ബഹിഷ്കരണം അങ്ങനെ മാറ്റി നിർത്തിയാൽ ഇയാൾ നന്നാവാൻ സാധ്യതയുണ്ടോ? ശരിക്കും ശ്രദ്ധിക്കണേ. ഇയാൾ നന്നാവാൻ സാധ്യതയുണ്ടോ? ഇയാളിൽ അതൊരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ? ഞാൻ അങ്ങനെ ഒരു പിണക്കം ആ രൂപത്തിൽ അങ്ങനെ ബഹിഷ്കരണം നടത്തിയാൽ അയാളിൽ എന്തെങ്കിലും ഒരു വ്യത്യാസത്തിന് എൻ്റെ ആ ബഹിഷ്കരണം നിമിത്തമാകുമോ? എങ്കിൽ മാത്രമാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്ത് പറയുന്നത്? അത് അനുവദനീയാണ് എന്ന് പറയുന്നത്. അത് ഞാനങ്ങനെ മാറ്റി, അയാൾക്കത് വല്ലാതെ വേദനിച്ചു. അപ്പം അയാൾ പുനരാലോചനയ്ക്ക് തയ്യാറാകും. ഞാനിപ്പോൾ ഇങ്ങനെ വിദഗ്ധത്തും തെറ്റായ കാര്യങ്ങളും തെമ്മാടിത്തൊക്കെ പ്രവർത്തിച്ചിട്ടല്ലേ എന്നോട് ഏറ്റവും ഇത്ര കാലവും സ്നേഹം ഉണ്ടായിരുന്ന ആളിങ്ങനെ ഇപ്പം എന്നോട് വെടിഞ്ഞ് നിൽക്കുന്നത്, എനിക്കത് സഹിക്കാൻ പറ്റൂല, ഞാനൊന്ന് ആലോചിച്ചേ പറ്റൂ. അപ്പം എൻ്റെ ആ വിട്ടുനിൽക്കലും ബഹിഷ്കരണവും അയാളിൽ സ്വാധീനം ചെലുത്തുമെന്നുണ്ടെങ്കിലാണ് ഈ ബഹിഷ്കരണം ഇസ്ലാം അനുവദിക്കുന്നത്. നേരെ മറിച്ച് പണ്ഡിതന്മാരവിടെ മറ്റൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ബഹിഷ്കരണം കൊണ്ട് അയാളിൽ ഫസാദ് കൂടുകയേ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യരുത്? അയാളെ ബഹിഷ്കരിക്കരുത്. അയാളെ ബഹിഷ്കരിക്കരുത്. എന്താ കാരണം? അയാൾ പറയും, ഏതായാലും ഒന്ന് തെറ്റില്ലേ, ഇനി എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യും. 2 നേരം കുടിച്ചെന്നോ പറയണം, ഞാൻ 3 നേരം കുടിക്കാൻ പോവുകയാണ്, ഏതായാലും മുങ്ങി, ഇനിയിപ്പോൾ കുളിരൊന്നുമില്ലപ്പോൾ, ഏതായാലും പാവം തെറ്റില്ലേ, പോണവരൊക്കെ പോട്ടെ. അപ്പം അയാൾ തെമ്മാടിത്തത്തിലും അതുപോലെ തന്നെ തോന്നിവാസത്തിലൊക്കെ മുഴുകുകയുള്ളൂ. ഞാൻ വിട്ടുനിന്നുകൊണ്ട് ഒരു കാര്യമല്ല, അയാൾക്ക് അതന്നെ ഒരു തണലായി മാറും. ഞാൻ അയാളിൽ ഉദ്ദേശിക്കുന്ന മസ്ലഹത്ത്, നന്മ, അതല്ല സംഭവിക്കുക, മഫ്സദത്ത്, ഫസാദാണ് ഉണ്ടാവുക എന്ന് എൻ്റെ പരിചയത്തിലും ആലോചനയിലും എനിക്ക് വ്യക്തമായി കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തിയോട് എന്ത് ചെയ്യരുത്? പിണങ്ങി മാറി നിൽക്കരുത്. കാര്യം വളരെ ക്ലിയർ അല്ലേ? ഇത് നോക്കൂ, നിങ്ങൾ മറ്റൊരു ഉദാഹരണം നോക്കൂ. മഹാനായ നബി സല്ലല്ലാഹു ഇത് പഠിപ്പിച്ച മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തിലപ്പുറം മുസ്ലിമീങ്ങൾക്കിടയിൽ പണക്കം പാടില്ല എന്ന് പറഞ്ഞില്ലേ, അകൽച്ച പാടില്ല, ബഹിഷ്കരണം പാടില്ല എന്ന് പറഞ്ഞില്ലേ. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 സഹാബിമാരോട് മദീനയിൽ 40 ദിവസമാണ് മിണ്ടാതിരുന്നത്. നബി മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബിമാരൊന്നടങ്കം. ബഹിഷ്കരണ പ്രമേയം, അന്നപ്പോൾ പ്രമേയം ഭാഷാക്കലൊന്നും പത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഓർഡർ അവിടെ ഉണ്ടായി, ഈ 3 ആളായിട്ടും വിട്ടു നിൽക്കണം. ഒന്ന് മഹാനായ സഹാബി കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആരാണ്? കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ സഹാബി മുറാറത്ത് ബിൻ റബീഅ് റളിയല്ലാഹു അൻഹു. അപ്പം കഅബ്,
അതുപോലെ തന്നെ ഹിലാല്, മുറാറ റളിയല്ലാഹു അൻഹും, ഈ 3 ആളുകളെ നബിതങ്ങൾ മദീനയിൽ ബഹിഷ്കരിച്ചു. ഇവർ തമ്മാടികളും ഫാസിഖീങ്ങളൊന്നും അല്ലട്ടോ. ശർഈയായ ചില കാരണങ്ങൾക്ക് വേണ്ടി അവരിൽ അതൊരു വലിയ സ്വാധീനമുണ്ടാക്കും എന്ന് കണ്ടാൽ വളരെ ആലോചനാപൂർവം എടുക്കേണ്ട ഒരു തീരുമാനമാണിത്. എന്താ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. ഞാൻ ചുരുക്കി പറയാണ്, മദീനയിൽ നിന്ന് നല്ല ചൂടൊക്കെയുള്ള സമയത്ത് യുദ്ധത്തിന് വേണ്ടി തബൂക്കിലേക്കുള്ള പുറപ്പെടാൻ വേണ്ടിയുള്ള ആഹ്വാനം ഉണ്ടായി. അങ്ങനെ എല്ലാവരും അതിനുവേണ്ടി തയ്യാറായി. അന്ന് നല്ല കടുത്ത ചൂടുണ്ട്, ഈത്തപ്പഴമൊക്കെ വിളയുന്ന കാലഘട്ടമാണ്. കേട്ടവരൊക്കെ യാത്രക്കൊരുങ്ങി. ഏതാണ്ട് എല്ലാ ആളുകളും, മുനാഫിക്കീങ്ങൾ ഇവിടെ ബാക്കിയായി. അവരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് യുദ്ധത്തിന് പോകാതെ, വീട്ടിലാളില്ല, ഇന്ന ബുയൂത്തന ഔറ, പരിയിലാളില്ല, ഞാൻ പോയാൽ ശരിയാവില്ല, അങ്ങനെ പല ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞിട്ട് മുനാഫിക്കീങ്ങളൊക്കെ ഇവിടെ അങ്ങനെ പിടിച്ചു നിന്നു. ബാക്കിയുള്ളവരൊക്കെ പോയി. പക്ഷേ ഇവിടെ പിടിച്ചു നിന്നവരുടെ കൂട്ടത്തിൽ മുനാഫിക്കുകളൊന്നും അല്ലാത്ത ശുദ്ധമായ ആളുകളുണ്ടായിരുന്നു. ആ 3 ആളവര്. ഇവർ പോകാതിരുന്നത് അവർക്ക് പോവില്ലാന്നോ കാപ്പട്യം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് അവരുടെ കയ്യിൽ നല്ല സ്പീഡുള്ള കുതിരണ്ട്. ഇവർ പോയിക്കോട്ടെ, നമ്മൾ എത്താലോ പിന്നെ ആവാലോ അങ്ങനെ പോകാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരതൊന്നും ഒരല്പം പ്രവാചകന്റെ കൂടെ പുറപ്പെടാതെ നമ്മളെന്തായാലും എത്തും എന്ന നിലയ്ക്ക് അവരൊന്ന് പിന്നോട്ട് നിന്നു. ആ പുറകോട്ട് നിന്നു പോയി. പിന്നെ പടച്ചറബിൻ്റെ ഒരു തൗഫീക്കല്ലേ, ഏതൊരു നല്ല കാര്യത്തിലും തുടക്കത്തിലാണ് ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ പുറകോട്ടാണ് പോകും. ആ തൗഫീക്കാണ് നഷ്ടപ്പെടും. ചില കാര്യങ്ങൾക്ക് അങ്ങനെയാണ്. ചിലതിൽ നമ്മൾ ആ ഫസ്റ്റ് ചാൻസിൽ ഞാൻ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ പങ്കെടുക്കാൻ കഴിഞ്ഞോളന്നില്ല. ആ ഹൈറ് പിന്നെ നമുക്കാണ് പോവലുണ്ടാവുക. അതുകൊണ്ടാണ് എപ്പോഴും ഹൈറാത്തുകളുടെ കാര്യത്തിൽ ഫസ്തബിഖൂ എന്ന് പറയുന്നത്. നിങ്ങൾ വേഗം ചെയ്തോളണം എന്നാണ്. ഒന്നും ഉണ്ടായിട്ടൊന്നും ആവില്ല നമ്മളതിൽ നിന്ന് പിന്തി നിൽക്കുന്നത്. പക്ഷേ പിന്നെ അതിൻ്റെ തൗഫീക്കാണ് നഷ്ടപ്പെടും. ഈ തൗഫീഖ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ അതിന് പറയും റബ്ബിൻ്റെ ഒരു വരദാനമാണ്. അള്ളാൻ്റെ ഒരു തൗഫീഖാണ്, റബ്ബിൻ്റെ ഒരു വരദാനമാണ്, എല്ലാവർക്കും കിട്ടൂല. തൗഫീഖ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു അപകടമാണ്. ഏതൊരു കാര്യം ചെയ്യാൻ ഒരു തൗഫീഖ് വേണമെന്ന് നമ്മൾ പറയല്ലോ, ആ തൗഫീഖ് നഷ്ടപ്പെടും ചിലപ്പോൾ. അപ്പം ഇങ്ങനെ ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ആ യുദ്ധം കഴിഞ്ഞ് സഹാബിമാർ തിരിച്ചു വന്നു. ഇവർക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ആവാലോ എന്ന് വിചാരിച്ച് ഇവർക്ക് പോകാൻ പറ്റിയില്ല. യുദ്ധം കഴിഞ്ഞ് വന്നു. അള്ളാൻ്റെ റസൂലിനൊരു പതിവുണ്ട്, നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരോടും പിന്നെ കാര്യങ്ങളൊക്കെ തിരക്കും, യുദ്ധവിവരങ്ങളൊക്കെ പങ്കുവെക്കും. ഇവിടെ നിന്നീ ആളുകളോട് എന്തേ കാരണം എന്ന് ചോദിക്കും. അപ്പോൾ റസൂലിനോട് പലരും വന്നിട്ട് ഇങ്ങനെ കാരണങ്ങൾ പറയാൻ തുടങ്ങി. വീട്ടിലല്ലായിരുന്നോ മറ്റേതായിരുന്നോ മറിച്ചായിരുന്നു. അള്ളാൻ്റെ റസൂലിന് ഏതൊക്കെ ആളുകൾ എന്തൊക്കെയാ പറയുന്നത് എന്നൊന്നും അറിയില്ലല്ലോ കൃത്യമായിട്ട്. തങ്ങളത് കേട്ടു, ആയിക്കോട്ടെ ഞാൻ വിട്ടു. മുനാഫിക്കങ്ങളെക്കുറിച്ച് മുനാഫിക്കങ്ങളും കൂട്ടത്തിൽ വരുന്നുണ്ട്. അവസാനം ഈ 3 ആളുകളെ കേസ് വന്നു. ഇവർക്ക് കാപ്പട്ടിയൊന്നുമില്ല, കാരണമൊന്നും പറയല്ല. അവർ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇവർ ഇങ്ങനെ ഉണ്ടായത്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ വിഷയത്തിൽ ഇസ്ലാമികമായി വഹയി വന്നു, അവരെ മാറ്റി നിർത്തണം. ഈ 3 ആളുകൾക്ക് മദീന, പിന്നെ ചുരുക്കി പറഞ്ഞാൽ മദീന എന്ന രാജ്യം പിന്നെ ഈ 3 ആളുകൾക്ക് സ്ഥലം തികയാതെയായി. എന്താ പറഞ്ഞത്? അത്ര വിശാലമായ മദീനയായിട്ട് പോലും ഈ 3 ആളുകളെക്കുറിച്ചും ഖുർആൻ പറയുകയാണ് അവരുടെ ഹൃദയം കുടുങ്ങിപ്പോയി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നാട്ടിൽ ഈ 3 ആളുകൾ ആരും കണ്ടാൽ മുണ്ടൂല, സലാം പറയില്ല, അവരുമായിട്ടൊരു ബന്ധമില്ല, യാതൊരു നിലക്കും കണക്ഷനില്ല, ബന്ധമില്ല. ഒറ്റപ്പെടുത്തി ഒരു പള്ളിയിലൊക്കെ വരും, ജമാഅത്തിനൊക്കെ പങ്കെടുക്കും. സഹാബിമാരും മുഖത്തൊക്കെ നോക്കൂല, സലാം പറഞ്ഞാൽ മടക്കൂല. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് പോയി നിൽക്കും ഒരു 3 ആളും. ഒരു നബിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് സലാം പറയും. നബി മുഖത്തൊക്കെ നോക്കൂല. സലാം മടക്കിയില്ലേ എന്ന് ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു. അത്ര കടുത്തൊരു ബഹിഷ്കരണം ഉണ്ടായി. മദീന വിശാലമായിട്ട് പോലും അവർക്കത് വളരെ ഇടുങ്ങിയതായി തോന്നി എന്നാണ് ഖുർആൻ പറയുന്നത്. അത്ര മാനസികമായി അത് അവരിൽ സ്വാധീനിച്ചു. അതാ ഞാൻ പറയുന്ന പോയിന്റ്. അത് അവരിൽ വല്ലാത്ത സങ്കടം ഉണ്ടാക്കി. അതിൻ്റെ വിശദമായ കഥകൾ ഒരുപാടുണ്ട്. ഇപ്പം ഞാനതിലേക്ക് കിടക്കുന്നില്ല. ചുരുക്കി പറയാം, 39 ദിവസം പിന്നിട്ട് 40ാമത്തെ ദിവസമാണ് അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങുന്നത്. വിഷയം അതാ പറയുന്നത്. 3 ആളുകളുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം. 40 ദിവസം മദീനയിൽ ഈ 3 ആളുകളെ എന്ത് ചെയ്തു? ബഹിഷ്കരിച്ച് നിർത്തിയിരുന്നു. അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത്? അങ്ങനെ ബഹിഷ്കരിച്ച് നിർത്തിയപ്പോൾ ആ 3 ആളുകൾക്കും അതൊരു മാനസികമായി വല്ലാത്തൊരു മാറ്റത്തിനത് കാരണമായി. ആ സമയത്തൊക്കെ നിങ്ങൾ ചിന്തിക്കണം, പുറം രാജ്യത്ത് നിന്ന് വിവരം അറിഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ ദൂതന്മാരൊക്കെ വരുന്നുണ്ട് മദീനത്ത്. എന്തും പറഞ്ഞിട്ടാ വരുന്നറിയോ?
ഇവരോടിങ്ങനെ സ്വകാര്യത്തിലൊക്കെ വന്ന് പറയുന്നുണ്ട്, നിങ്ങളെ മുഹമ്മദ് ഒഴിവാക്കിയിരിക്കണല്ലേ, എന്തിനാടാ നാണം കെട്ടിട്ട് അയാളെ പിന്നാലെ പിന്നെയും കൂടുന്നത്? ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്, ഞങ്ങളെ ഏറ്റെടുക്കൂല നിങ്ങളെ, എന്തിനാ അത്ര നാണം കെട്ടിട്ട് ഇയാളെ കൂടെ നിൽക്കുന്നത്? ഇതൊക്കെ പറഞ്ഞ് പിരികയറ്റാൻ വേണ്ടിയിട്ട് പല രാജ്യത്തും ശത്രുക്കൾ വരുന്നുണ്ട്. ഒരു മാറ്റവും ആ മഹാന്മാരായ സഹാബത്തിൽ ഉണ്ടായില്ല. അവർ പിടിച്ചു നിന്നു, റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി. അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു. അങ്ങനെയാണ് അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ഇറങ്ങുന്നത്. അപ്പം അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ ഏത് നടക്കുള്ളൂ. നേരെ മറിച്ച് ഞാനൊരാളെ മാറ്റി നിർത്തി, ഞാൻ അയാളുമായി ബഹിഷ്കരിക്കുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അയാൾ എല്ലാം കൊണ്ടും മോശമാകാനാണ് എൻ്റെ വിട്ടു നിൽക്കൽ കാരണമാകുന്നതെങ്കിൽ ഞാൻ അയാളുമായി വിട്ടു നിന്നിട്ട് പ്രയോജനം ഇല്ല. അപ്പോൾ വിട്ടു നിൽക്കുക 3 ദിവസത്തിലപ്പുറം ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലും ഒരു കോമൺ പ്രയോഗമല്ല, വ്യാഖ്യാനപരമാണ്. ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒരാളുമായി എന്ത് ചെയ്യാൻ, വിട്ടു നിൽക്കാൻ. അതല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയാളെ കൂടെ തന്നെ നിർത്തിയിട്ട് ഇങ്ങനെ നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കലാ നല്ലതെന്ന്. പലപ്പോഴും നമ്മുടെയൊക്കെ സ്ഥിതികളിൽ പലപ്പോഴും അതാ നല്ലത്. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ അകന്ന് നിന്നാൽ ചിലപ്പോൾ നന്നാവുന്നവരുണ്ടാവും, അവരോടത് പ്രയോഗിക്കാം. അല്ലാത്തവരോട് എന്താ നല്ലത്? അകന്ന് നിന്നാൽ ചിലപ്പോൾ അവർ കൂടുതൽ മോശമാവും എന്ന് കണ്ടാൽ നമ്മൾ അവരെ സ്നേഹിച്ച് കൂടെ നിർത്തിയിട്ട് തന്ത്രപരമായിട്ട് പറഞ്ഞു കൊടുത്ത് നിലവിലുള്ള ഫസാദിൽ നിന്ന് അവരെ കുറേശ്ശെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുക. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം.